ഹായ് ഫ്രണ്ട്സ്, ആരമ്മ ഫ്ലവേഴ്സിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ തന്നെ എക്സോട്ടിക് വെറൈറ്റിയുടെയും പിന്നെ വെരിഗേറ്റഡ് വെറൈറ്റിയുടെയും ഒരു വീഡിയോ ആണ്. അപ്പോൾ വളരെ കുറച്ച് സ്റ്റോക്ക് മാത്രമാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു 8 കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനകത്ത് എല്ലാ പ്ലാന്റ്സും ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. ഒരു 1-2 കളർ മാത്രമേ ഉള്ളൂ നമുക്ക് ബഡ് ഉള്ളത്. അത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആദ്യം ഓർഡർ ചെയ്യുന്ന കുറച്ച് പേർക്ക് മാത്രമേ ഫ്ലവറുള്ള പ്ലാന്റ്സ് കിട്ടുള്ളൂ. പക്ഷേ വിഷമിക്കേണ്ട, എല്ലാ പ്ലാന്റ്സും ബ്ലൂമിങ് സ്റ്റേജിലുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്ലവർ ആയി കിട്ടും കേട്ടോ. പിന്നെ നമ്മുടെ വെരിഗേറ്റഡ് പ്ലാന്റ്സ് എല്ലാം ബഡുള്ള പ്ലാന്റ്സ് ആണ്. എല്ലാം ഡബിൾ സ്പൈക്കോടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇതെല്ലാം വെരിഗേറ്റഡ് പ്ലാന്റ്സ്. അപ്പോൾ എല്ലാം ബ്ലൂമിങ് സ്റ്റേജിലുള്ള പ്ലാന്റ്സ് ആണ്. നല്ലൊരു പ്ലാന്റ് സൈസിലാണ് നമുക്ക് പ്ലാന്റ്സ് എല്ലാം വന്നിരിക്കുന്നത്. നല്ല പ്ലാന്റ് സൈസാണ്. ഇത് കണ്ടോ, നല്ല ഹെൽത്തി ആയിട്ട്. ഇതാണ് ഒരു അപ്രോക്സിമേറ്റ് പ്ലാന്റ് സൈസ് വരുന്നത് കേട്ടോ. ഓരോ വെറൈറ്റീസിനും ഓരോ പ്ലാന്റ് സൈസാണ്. ഇത് ഈ പ്ലാന്റ് സൈസ്, ഇത് ഈ ഒരു പ്ലാന്റ് സൈസാണ്. അപ്പോൾ യുണീക്കായിട്ടുള്ള, അധികം മാർക്കറ്റിൽ അങ്ങനെ പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്തതായിട്ടുള്ള വെറൈറ്റീസാണ് ഈ വെറൈറ്റീസ് എല്ലാം. ഞാൻ ഫ്ലവേഴ്സിൻ്റെ കളറും കാര്യങ്ങളും എല്ലാം കാണിക്കുന്നുണ്ട്, പ്ലാന്റ് സൈസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ആവറേജ് റേറ്റ് വരുന്നത് 650 to 750 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. വെരിഗേറ്റഡിൻ്റെയും ഇതിൻ്റെ റേറ്റ് വരുന്നത് അതാണ്. നമ്മുടെ സാധാ ഫെലനോപ്സിനേക്കാളും കുറച്ച് റേറ്റ് വ്യത്യാസമുള്ള വെറൈറ്റീസാണ്. കാരണം ഒരു യുണീക്കായിട്ടുള്ള റെയർ വെറൈറ്റീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റേറ്റ് വ്യത്യാസപ്പെടും. പിന്നെ അതിൻ്റെ ലീഫ്, വെരിഗേറ്റഡിൻ്റെ ലീഫ് വന്നിട്ട് നമുക്ക് ഫ്ലവർ ഇല്ലെങ്കിലും പ്ലാന്റ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കളേഴ്സാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ പ്ലാന്റ് സൈസും കളേഴ്സും കണ്ട് ഇഷ്ടമായിട്ടുള്ളവർ മാത്രം നമ്മുടെ വാട്സാപ്പിൽ, ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇട്ട് തരുന്നതാണ്. ഓൾ ഇന്ത്യ ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. DTDC വഴി, സ്പീഡ് പോസ്റ്റ് വഴിയാണ് ചെയ്യുന്നത്. സ്പീഡ് പോസ്റ്റിന് എപ്പോഴും പറയുകയാണ്, സ്പീഡ് പോസ്റ്റിന് DTDCനേക്കാളും ഇപ്പോൾ റേറ്റ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ മിക്ക സ്പീഡ് പോസ്റ്റ് നമ്മളിപ്പം അയക്കുന്നില്ല. അവരുടെ കാൽക്കുലേഷനും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവരുടെ പലപ്പോഴും പല റേറ്റായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അപ്രോക്സിമേറ്റ് റേറ്റ് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് യഥാർത്ഥ റേറ്റ് പറയുന്നത്. അത്രയ്ക്ക് അത്യാവശ്യമുള്ളവർക്ക് മാത്രമേ ഞാൻ സ്പീഡ് പോസ്റ്റ് സജസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ. ഇതുകൂടാതെ നമ്മുടെ ഫെലനോപ്സിസിൻ്റെ സാധാ നോർമൽ വെറൈറ്റീസും നമുക്ക് ബഡായിട്ടും ഫ്ലവറായിട്ടുമുള്ള കുറച്ച് പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ കാണുന്ന ഈ കളേഴ്സൊക്കെയാണ് നമുക്കിപ്പോൾ ബഡ് ഫ്ലവറായിട്ട് നിൽക്കുന്നത്. ബഡല്ല, ഫ്ലവറായിട്ട് നിൽക്കുന്ന കുറച്ച് കളേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇത് പിന്നെ ബാക്കി ഈ ഫ്ലവേഴ്സ് എല്ലാം തന്നെ നമുക്ക് ബഡാണ്. അപ്പോൾ അതിൻ്റെ IDs കാണിച്ചു തരാം. അതിൽ നിന്നും ബഡും സ്പൈക്കുമായിട്ട് നിൽക്കുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഈ അളവിൽ വളർന്നു നിൽക്കുന്ന സ്പൈക്കുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പം മിക്കവരും സജസ്റ്റ് ചെയ്യുന്നത് ഫ്ലവറിനേക്കാൾ സ്പൈക്കുള്ളത്, ബഡുള്ള പ്ലാന്റ്സ് മതി എന്നാണ് മിക്കവരും പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്രാവശ്യം നമ്മൾ സ്റ്റോക്ക് ആ രീതിയിൽ എടുത്തേക്കുന്നത്. കാരണം അപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തെ ഫ്ലവർ വിരിയുമ്പോൾ തൊട്ടേ നിങ്ങൾക്ക് ഒരു 2-3 മാസം നിങ്ങൾക്ക് ലൈഫ് കാണുമല്ലോ പൂക്കൾക്ക്. അവിടെ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ആ രീതിയിൽ എടുത്തേക്കുന്നത്. അല്ലാതെ നമുക്ക് ഫ്ലവറുള്ള പ്ലാന്റ്സ് നല്ലതാണ്. അത് ഇപ്പോൾ വിരിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ലൈഫ് കിട്ടും കേട്ടോ. അത് കുറേ ദിവസമൊന്നും ആയിട്ടില്ല ഫ്ലവർ വിരിഞ്ഞത്. ഫ്ലവറൊക്കെ വിരിഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ചെടികളാണ്. പ്ലാന്റ്സ് ഡയറക്റ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ, നമ്മുടെ തൃശ്ശൂർ, എറണാകുളം ഭാഗത്തു നിന്നൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഡയറക്റ്റ് വന്ന് പ്ലാന്റ്സ് എടുക്കാൻ താല്പര്യമുള്ളവർ വിളിച്ച് ചോദിച്ച് കൺഫേം ചെയ്തിട്ട് മാത്രം വരിക. കാരണം ചിലപ്പോൾ സ്റ്റോക്ക് തീരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ കാണണമെന്നില്ല. അതുമാത്രമല്ല, ടൈം ഇവിടെ സ്റ്റാഫ് ഉള്ളപ്പോൾ മാത്രം വന്നാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം വരിക പെട്ടെന്ന്. അപ്പോൾ ലൊക്കേഷൻ ഇട്ട് തന്നാലും പിന്നീട് ആ ലൊക്കേഷൻ വെച്ച് എന്തെങ്കിലും വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്ക് കാണണമെന്നില്ല. അപ്പോൾ അതൊക്കെ ആവശ്യമുള്ള പ്ലാന്റ്സ് ഒക്കെ ഉണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഡയറക്റ്റ് വരിക. പിന്നെ ഡയറക്റ്റ് വന്നാലും നിങ്ങൾക്ക് എളുപ്പമാണ്. എന്താ പറയുക, സ്പൈക്ക് പൊട്ടുമെന്നോ പേടിക്കുക അങ്ങനത്തെ ഒന്നും പേടിക്കണ്ട. നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുത്തിട്ട് വരുന്ന കൊറിയറിൽ നിങ്ങളുടെ ചെടികൾക്ക് എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ എടുത്ത് വയ്ക്കേണ്ടതാണ്. അൺബോക്സിങ് വീഡിയോ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് പരാതിയാണെങ്കിലും സ്വീകരിക്കത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്ലവറോട് കൂടി അയക്കുന്ന പ്ലാന്റ്സിന് നമ്മൾ സ്പൈക്കിന് യാതൊരു ഗ്യാരണ്ടി പറയത്തില്ല. കാരണം നമ്മൾ ഡയറക്റ്റ് കൊണ്ടുവരുന്നല്ലോ, കൊറിയർ സർവീസ് അല്ല. അതുകൊണ്ട് എനിക്ക് യാതൊരു നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിൻ്റെ വീഡിയോയും ബോക്സിൻ്റെ ഫോട്ടോ എല്ലാം നമ്മൾ കറക്റ്റായിട്ട് അയച്ചു തരും നിങ്ങൾക്ക്. അത് കഴിഞ്ഞിട്ട് അൺബോക്സിങ് വീഡിയോ എന്തായാലും നിങ്ങൾ എടുത്ത്
വയ്ക്കുക. കാരണം കൊറിയർ ഡാമേജ് വഴി ഉള്ളതാണ്. പ്ലാന്റ്സിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ അത് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും എടുത്തു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഫലനോപ്സ് പൂക്കളുടെ സീസണാണ്. നിങ്ങളുടെ എന്താ പറയുക ആരാമം സൂപ്പറാക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയോടുകൂടി ഇത്രയും ഭംഗിയുള്ള പൂക്കളെ കൊണ്ട് അലങ്കരിക്കാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമുക്ക് മെസ്സേജ് ഇട്ടോളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. ബൈ ബൈ.